ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അതേപോലെ വേദലക്ഷ്മിയും തമ്മിൽ ഒരു സോഷ്യൽ മീഡിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാർ തന്നെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് വേദലക്ഷ്മിയുടെ കയ്യിൽ നിന്നും കുറച്ച് പണം, ഒരുപക്ഷെ വേദലക്ഷ്മിയുടെ കൈകളിൽ നിന്നും മാത്രമല്ല, ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും ഇയാൾ കടം വാങ്ങി എന്ന് സമ്മതിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. പണം ഞാൻ ഒരു മാസത്തിനകം തിരിച്ച് നൽകാമെന്നും ബാങ്ക് സംതിങ് പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പേഴ്സണലായിട്ട് അയച്ച കുറച്ച് മെസ്സേജുകളും വേദലക്ഷ്മി പുറത്തു വിട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വിഷയത്തിലേക്കൊന്ന് ഇറങ്ങി പരിശോധിക്കാനുണ്ട്. ഒരുപാട് ആളുകൾ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ലാതെ തന്നെ സാമ്പത്തിക നേട്ടത്തിന് കൂട്ടുനിന്നതാണോ? ഇതൊക്കെയാണ് സംശയം. തുടക്കം ലക്ഷ്മി ഒരു വീഡിയോ പുറത്തുവിട്ടു. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് പറയുന്നു, എന്നാൽ ഡയറക്റ്റും പറയുന്നുണ്ട്. അത് ആദ്യം കാണാം. മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാമദാസിന്റെ മകൻ ജതിൻ രാമദാസ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെയാ റോബിൻ നിൽക്കണ്ടേ? ഒന്നറിഞ്ഞാ കൊള്ളാം. റോബിന് പെട്ടെന്നുണ്ടായ രാജ്യസ്നേഹം, BJP പാർട്ടിയോട് 2026 കാണിക്കുന്ന ഈ കൂറ്, BJP പാർട്ടി ഘടകത്തോടും പാർട്ടി നേതാക്കളെയും കുറിച്ചുള്ള റോബിന്റെ യഥാർത്ഥ കാഴ്ചപ്പാട്, സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവരുടെ ഉന്നമനത്തിനു വേണ്ടി കാണിക്കുന്ന ഈ ആർജവം, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ബഹുമാനം, സാമ്പത്തിക ലാഭത്തിനോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അല്ലാതെയുള്ള നിസ്വാർത്ഥമായ പാർട്ടി പ്രവർത്തനം, കുണ്ടറയുടെ വികസനത്തിനായുള്ള വാഗ്ദാനങ്ങൾ, അവിടെ കൂടെ നിന്ന് പ്രവർത്തിച്ച അണികളെ കാണുന്ന രീതി. ചില ആളുകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർ സത്യം പറഞ്ഞാൽ മിണ്ടാതിരിക്കും. പക്ഷെ അവർ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. കുത്തി കുത്തി പറഞ്ഞതുപോലെ ഉണ്ടല്ലോ ചേച്ചി. അത് കഴിഞ്ഞിട്ട് അവരിട്ട കുറച്ച് പോസ്റ്ററുകൾ ഞാനിവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പോസ്റ്ററുകളിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റോബിൻ രാധാകൃഷ്ണൻ തൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. ആ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോബിൻ രാധാകൃഷ്ണൻ ഇവർക്ക് അയച്ച മെസ്സേജാണ്: ഞാൻ ഫണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു റിട്ടേൺ ബാക്ക്. ഞാൻ എല്ലാ വഴിയും നോക്കുന്നുണ്ട്. എനിക്കൊരു 1 മന്ത് ടൈം വേണം. എല്ലാവരുടെയും എമൗണ്ട് സെറ്റ് ആക്കണം. അച്ഛനോട് ഞാൻ സംസാരിച്ചു, എല്ലാവരുടെയും ഫണ്ട് സെറ്റാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കടം വാങ്ങി തോന്നുന്നു. ഞാൻ ആരെയും പറ്റിക്കുന്നതല്ല, എൻ്റെ അവസ്ഥ ഇതായത് കൊണ്ടാണ്. വിൽ റിട്ടേൺ ബാക്ക് യുവർ ഫണ്ട്, 1 രൂപ കുറയാതെ. എനിക്ക് പണിയെടുക്കാനുള്ള സ്പേസ് വേണം. എന്നെ ദ്രോഹിക്കരുത് പ്ലീസ്. പണിയെടുക്കാനുള്ള സ്പേസ് വേണം. കുറെ ആളുകൾ ചോദിക്കുന്ന ചോദ്യം, ഡോക്ടറല്ലേ, ഡോക്ടർ എന്താ ഡോക്ടർ പണിയെടുക്കാതെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പണിയെടുക്കാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഒരു അവസരമാണ്, ഞാനത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേദലക്ഷ്മിയുടെ മറുപടി: കീപ് യുവർ ബ്ലാബറിംഗ് വിത്ത് യു റോബിൻ, ഡോണ്ട് ബോദർ ടു ഡിസ്റ്റർബ് മീ ഫർദർ, ലെറ്റ് മീ ഡു ദാറ്റ് ഫ്രോം മൈ സൈഡ് ഇൻസ്റ്റെഡ്. ഓക്കെ, ജസ്റ്റ് നീഡ് 1 മന്ത്. അങ്ങനെ ഒരു മെസ്സേജ് അവർ മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് സമയമില്ല എന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞതിന് മറുപടി കൊടുത്തു എന്നുള്ളതാണ്. അതിനിടയിലാണ് മറ്റൊരാൾ പുറത്തു വരുന്നത്. അനന്ത് സുജിത്തിനെ അറിയില്ലേ? അനന്ത് ഒരുപാട് ആളുകളെ എക്സ്പോസ് ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹം രംഗത്ത് വരുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റോബിൻ രാധാകൃഷ്ണൻ സത്യത്തിൽ BJPയിൽ പോയിട്ടുള്ളത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അദ്ദേഹം പുറത്തു വിട്ട ആ വീഡിയോ ഒന്ന് കാണാം. BJP എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയവാദികളാണ്. മീറ്റ് റോബിൻ രാധാകൃഷ്ണൻ. റോബിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഒരു ഇൻസ്റ്റഗ്രാം റീൽ തീരത്തില്ല. പക്ഷെ ഇതൊരു സാമ്പിൾ ഫയർ മാത്രമാണ്. റോബിൻ കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് വലിയ സമരത്തിന് വേണ്ടിയിട്ട് BJPയുടെ മുൻധാരയിൽ നിന്നിട്ട് വലിയ രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെയാണ് പ്രസംഗിക്കുന്നത്. നമുക്ക് റോബിൻ എന്താണ് BJPയെ കുറിച്ച് യഥാർത്ഥത്തിൽ പറയാനുള്ളത് എന്നുള്ളത് റോബിന്റെ വായിന്ന് തന്നെ കേൾക്കാം. വൈ BJP എന്ന് ചോദിച്ചെന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABC അറിഞ്ഞുകൂടാ. BJP എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയവാദികളാണ്. മനസ്സിലായില്ലേ? നമ്മളെ പ്രവൃത്തിയാണ് എന്ത്, ആ പ്രവൃത്തിയിൽ ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാൻ പക്ക ബിസിനസ്മാൻ ആ സമയത്ത്. മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്കും ചെയ്ത് നാട്ടിനും ചെയ്ത് നമുക്കും ചെയ്ത ആർക്കും പരാതി ഇല്ലെന്നേ. മനസ്സിലായില്ലേ? അത് ശരി, BJP വർഗീയ പാർട്ടിയാണെന്നും നമുക്കും അതിൽ നിന്ന് കുറച്ച് കൈയിട്ട് മാന്താന്ന് പറയുന്ന വോയിസ് ആണ്. പക്ഷെ ഈ വോയിസിന്റെ അടിയിൽ റോബിൻ രാധാകൃഷ്ണൻ ഒരു കമന്റ് ഇട്ടേ, ഇത് AI ആണ് എന്നുള്ളത്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ബാക്കി പ്രസുജിത്തേ. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല. ഇതൊരു സാമ്പിൾ ഫയർ മാത്രമാണ്. 4 പാർട്ടായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും റോബിന് വേണ്ടിയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലജ് യൂട്യൂബ് വീഡിയോ. അപ്പോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. ഈ വീഡിയോ വന്നതോട് കൂടിയിട്ടാണ് റോബിൻ പരാതി നൽകുന്നത് കേട്ടോ. അതിനുശേഷം പരാതി കൈപ്പറ്റിയിട്ട് ലക്ഷ്മി സ്വന്തം ചാനലിൽ ഇട്ട മറ്റൊരു വീഡിയോ, ഇതൊരു ഭീഷണിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാണാം.
ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ തുടങ്ങിയത് ഈ ഒരു സ്റ്റോറിയും അതിന്റെ പേരിലുള്ള എനിക്ക് വന്ന DMഉം മെസ്സേജസും വെച്ചാണ്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ചൊറ മെസ്സേജസ്. ഇതെന്താണ്, നാളെ രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും പാലാരിവട്ടം സ്റ്റേഷനിലെത്തണം. പരാതി കൊടുത്തിരിക്കുന്നത് റോബിൻ. എനിക്ക് റോബിനോട് പറയാനുള്ളത്, റോബിൻ, എനിക്ക് നാളെ ജോലിയുണ്ട്. നിന്നെ പോലെ ഞാൻ വെറുതെ ഇരിക്കുമല്ല, വിളിക്കുമ്പോൾ ഉടനെ സ്റ്റേഷനിലോട്ട് വരാൻ. രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടും ഒക്കെ വർക്കുണ്ട്. അപ്പോൾ ഇത് എനിക്ക് അവരുടെ അടുത്ത് ധരിപ്പിക്കാനുള്ളവരോട് ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് സൗകര്യമുള്ള സമയത്ത് ഞാൻ അവിടെ വന്ന് എൻ്റെ സൈഡ് കംപ്ലീറ്റ്ലി ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. അതവിടെ നിൽക്കട്ടെ. പിന്നെ ചെറിയൊരു ഓലപ്പടക്കം കണ്ടപ്പോഴത്തേക്കുമാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശരിക്കുള്ള തൃശ്ശൂർ പൂരം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്തായിരിക്കും നിന്റെ അവസ്ഥ? നീ ചെയ്യാൻ പറ്റുന്ന എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യ്. നിന്റെ മാനിപ്പുലേറ്റഡ് സ്റ്റോറീസോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ചെയ്യാൻ പറ്റുന്ന എല്ലാം വെല്ലുവിളിക്കാൻ തന്നെ വെച്ചോ, നീ ചെയ്തോ. നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാം റോബിൻ, നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല, കുറെ നാള് വെയിറ്റ് ചെയ്തു. പക്ഷെ എങ്ങനെ ചെയ്തിട്ടും ലീഗലി തന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടും. പിന്നെ നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നൊരു കാര്യം, ഒരു സൈബർ കൊട്ടേഷൻ ഒക്കെ നീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറങ്ങിത്തിരിഞ്ഞ് നിനക്ക് തന്നെ ഇപ്പൊ വിനയായി വന്നിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരുന്നതെന്ന് പറയട്ടെ. ഈ പണ്ട് ഈ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കന്റെ കഥയില്ലേ, അതൊക്കെ പണ്ട്. ഇത് 2026. മുട്ടനാടുകളെ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് കണ്ടേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഇടയ്ക്ക് നിന്നിട്ട് ഇടി കൊള്ളാൻ പോകുന്നത് നിനക്കാ. നീ എന്തൊക്കെ ചെയ്താലും ഇതിനകത്ത് നിനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ വെയിറ്റ് ആൻഡ് വാച്ച്. ഇതിനി ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കും റോബിൻ, എന്നിട്ട് സംസാരിക്കുക. അതാണ് അതിന്റെ ഒരു ശരി. ഓക്കെ, അപ്പോ സ്നേഹം പരക്കട്ടെ, സ്നേഹം നന്നായിട്ട് അങ്ങോട്ട് പരക്കട്ടെ. ബൈ. ഓക്കെ, സ്നേഹം പരക്കട്ടെ, സ്നേഹം നന്നായിട്ട് അങ്ങ് പരക്കട്ടെ. അത് കഴിഞ്ഞ് അടുത്ത ഒരു വീഡിയോ റോബിൻ രാധാകൃഷ്ണൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നുള്ളതാണ്. അതായത് ഈ സ്നേഹം മാത്രം പരക്കട്ടെ എന്ന് പറയുന്ന വ്യക്തി അനന്തു സുജിത്താണല്ലോ. ഈ അനന്തു സുജിത്ത് തന്നെ കോണ്ടാക്ട് ചെയ്ത ഒരു കാര്യം പുറത്തു വിട്ടിട്ടുണ്ട്. അത് കാണാം. റോബിൻ ചേട്ടാ, എന്താണ് വിശേഷങ്ങൾ? ഉഷാറാണോ? എനിക്കറിയാം ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഇച്ചിരി പ്രശ്നമാണെന്നൊക്കെ, പക്ഷെ എന്നാലും ചോദിക്കുകയാണ്. ചെറിയൊരു അത്യാവശ്യം, ഒരു 10,000 രൂപ റോൾ ചെയ്യാനുണ്ടോ? ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് മാർച്ച് 18-നാണ് കേട്ടോ. ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം ഉണ്ടാക്കാനാണോ അനന്തു ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടുനിന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിന്റെ ടൈം പീരീഡ് വെച്ച് നോക്കുമ്പോൾ ഒക്കെ വെവ്വേറെ സമയത്താണ്. അതിൽ കൃത്യമായിട്ട് അനന്തു അതിനിടയിൽ കമന്റ് ഇട്ടു, 10,000 രൂപ കടം ചോദിച്ചാണോ ഒരു തെറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നടക്കുന്ന കാര്യം എത്രേ ഉള്ളൂ. റോബിൻ രാധാകൃഷ്ണൻ വേദലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, മറ്റുള്ള ആളുകളുടെ കയ്കളിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ മെസ്സേജിന്റെ മറുപടി അങ്ങനെയാണ്. ഈ ഫണ്ട് ഒരു മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു നൽകാം എന്നും പറയുന്നു. പക്ഷെ ലക്ഷ്മി എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് സോഷ്യൽ മീഡിയ വഴി പുറത്തു വിട്ടപ്പോൾ അദ്ദേഹം ലീഗലായിട്ടൊരു നോട്ടീസ് അയച്ചു, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങളുടെ ഭാഗം ഒന്ന് പറയണം എന്നുള്ളത്. ആ ഒരു പരാതിയിൽ അനന്തുവിനോടും പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് 2 പോസ്റ്റുകളാണ് വീണ്ടും റോബിൻ രാധാകൃഷ്ണൻ ഇട്ടത്. അതിൽ ഒന്ന് അനന്ത് കടം ചോദിക്കുന്നത്, 75 ലക്ഷം 75,000 രൂപ ഏറ്റവും കടം വാങ്ങിയ ഒരാളെ കുറിച്ചിട്ട് എന്താ അച്ഛനും തന്തയ്ക്കൊക്കെ വിളിക്കുന്ന ഒരു സംഭവമൊക്കെ ആയിട്ട് പുറത്തു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പ്രസ് മീറ്റ് വിളിച്ച് എൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറയും എന്നും പറയുന്നുണ്ട്. ഇവിടെ ഇത്രയേ ഉള്ളൂ, ആരാണെങ്കിലും കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുക. പിന്നെ പല ആളുകളും പല രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകുന്നത് സാമ്പത്തിക നേട്ടത്തിനാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. റോബിനൊക്കെ പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ടാണ് ഈ BJPയിലേക്ക് കയറി ചെന്നിട്ടുള്ളത്. ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെതാണെന്ന് പറയുന്ന ശബ്ദ സന്ദേശം ഉണ്ടല്ലോ, അത് എൻ്റെതല്ല, അത് AI ആണ് എന്നുള്ളതാണ്. അതൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും പുറത്തു വരും. കാരണം വേദലക്ഷ്മി അത്രയ്ക്ക് ശക്തമായിട്ട് തന്നെയാണ് നിലപാടെടുത്തിട്ടുള്ളത്. ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളത്. ഇത് വെറും ഒരു ഓലപ്പടക്കം പൊട്ടിച്ചതാ. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കണക്കെ പൊട്ടിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടറിയാം. അത്രേ പറയുന്നുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ്.